മോർണിംഗ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് ബാല്യങ്ങളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അമ്മയോടൊപ്പമുള്ള ജീവിതമാണ് നമ്മുടെയൊക്കെ ഓർമ്മകൾ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ട ബാല്യത്തെപ്പറ്റി നമുക്കൊരിക്കലും ചിന്തിക്കാനേ സാധിക്കില്ല. ഏത് കണ്ടോ, ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള സ്നേഹവും ആ കുഞ്ഞിൻ്റെ സന്തോഷവും, ആ അമ്മ എത്ര ശക്തമായിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതെന്ന് നോക്കിക്കേ. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് നീങ്ങിയ സമയത്ത് കണ്ടത് വഴിയിൽ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ്. അതിൻ്റെ മുഖം കണ്ടിട്ട് അങ്ങേയറ്റം എനിക്ക് ദയനീയത തോന്നി. പക്ഷേ എനിക്കതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇതുപോലൊരിക്കൽ ഞാൻ സൈക്കിൾ സവാരിയിൽ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അതിനെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളതിനെ പരിപാലിച്ച് വളർത്തി, ഒത്തിരി ഓമനിച്ച് വളർത്തി. അവൻ്റെ പേരായിരുന്നു ചിന്നൻ. ആ ചിന്നൻ്റെ പേരാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അണ്ണാൻകുഞ്ഞിട്ടത്. അവനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരുപാട് ചോദിച്ച് അവസാനം ഞങ്ങൾ അവർക്ക് കൊടുക്കുകയായിരുന്നു. അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു ബാല്യത്തിൻ്റെ നൊമ്പരം കണ്ടോ, അതിൻ്റെ ദയനീയ മുഖം കണ്ടോ. അമ്മ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെ വീട്ടുകാർ ഉപേക്ഷിക്കപ്പെട്ടതോ ആവാം. പക്ഷേ ആര് ഉപേക്ഷിച്ചാലും ശരി തന്നെ, അല്പം മനുഷ്യർ താമസിക്കുന്ന ഏതെങ്കിലും ഭാഗത്തായിട്ട് നിങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുക. ഈ നടുക്കടൽ പോലെ കിടക്കുന്ന വലിയ ഒരു പാടശേഖരത്തിന് നടുക്ക് ഒരു മനുഷ്യൻ പോലും താമസമില്ലാത്ത ഇങ്ങനെയുള്ള ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കരുത്. ആരെങ്കിലും മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഭക്ഷണം അതിന് കിട്ടുവാനുള്ള ഇതുണ്ട്. ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അവിടെ എങ്ങും ആ കിലോമീറ്റർ കണക്കിന് ദൂരത്ത് അവിടെ എങ്ങും ഒരു കടകളില്ല. എത്ര ദയനീയമായ മുഖമാണ് നമ്മളാ കണ്ടതെന്ന് നോക്കിക്കേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.